കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിൽ വൻ തീപിടുത്തം. ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് കേന്ദ്രത്തിൽ നിന്നും യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 1 മണിക്കൂറിലേറെയായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വലിയൊരു തീപിടുത്തത്തിന്റെ വാർത്തയാണ് എത്തുന്നത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതിലൊരു വിശദീകരണം ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ മാലിന്യങ്ങളടക്കം കൂട്ടിയിട്ടിരിക്കുന്ന പ്രദേശത്ത് ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല. ഏകദേശം 3 മണിക്കൂറോളമായി തീ ഇതിന് സമാനമായി തന്നെ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ, ഏകദേശം 20ഓളം ഫയർഫോഴ്സ് എഞ്ചിനുകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഈ കാണുന്നതിനപ്പുറത്തേക്ക് വലിയൊരു ഭാഗത്ത് ശക്തമായി തീ കത്തുന്നുണ്ട്. ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് കെട്ടിടമുണ്ട്. ആ കോൺക്രീറ്റ് കെട്ടിടത്തിന് അകത്തായാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ വന്നുപോയ ഫയർഫോഴ്സ് എഞ്ചിനുകൾ കൊണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുന്നില്ല. ഈ ഇവിടെയുള്ള ആളുകളുണ്ട്. എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയി. 3 മണിക്ക് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇത് പുക നല്ല പോകുന്നതുണ്ട്. പുക അങ്ങനെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല തീ പിടിച്ച്. ഇതിന്റെ അകത്തേക്ക് ഒരുപാട് സ്ഥലം ഇനിയുണ്ടോ? ഈ സൈഡ് ഇതിന്റെ ബാക്കിൽ ഒരുപാടുണ്ടോന്ന് അറിയത്തില്ല. ഈ സൈഡ് ഫുള്ളായിട്ട് പോയി. അപ്പുറ സൈഡ്, ഇടത് സൈഡ് നല്ല ഒരുപാടായിട്ട് പോയി. പൂജ, 3 മണിക്കൂറോളം, ഏകദേശം 3 മണിക്കൂറോളമായി തീ കത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ തീ അണയ്ക്കാനാകാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നല്ല മഴ കുറെ നേരമായി പെയ്യുന്നുണ്ട്. പക്ഷേ ആ മഴയ്ക്കും ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുന്നില്ല. കാരണം പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ വെള്ളം അടിച്ച് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെത്തി വെള്ളം അടിച്ച് തീ കെട്ടുവരുന്ന ഭാഗത്ത് തീ കെടുത്തി കഴിയുമ്പോഴേക്കും മറുഭാഗത്ത് തീ പിടിക്കുന്ന അവസ്ഥയാണുള്ളത്. അവിടേക്ക് തീ അണയ്ക്കാനായി പോകുമ്പോൾ വീണ്ടും ആദ്യം തീ പിടിച്ചിരുന്ന സ്ഥലത്ത് വീണ്ടും കത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ പുകയാണ് അന്തരീക്ഷത്തിൽ ആകമാനമുള്ളത്. ഇതിന് തൊട്ടടുത്തായി ഒരു CNGയുടെ പമ്പും സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ തീ ഇങ്ങനെ തുടരുന്നത് ഒരു ആശങ്കയുള്ള കാര്യം തന്നെയാണ്. നിലവിൽ എന്തായാലും 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പൂജ, തീപിടുത്തം അതിപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിട്ടില്ല. 12 ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 3 മണിയോടുകൂടി തീപിടുത്തം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അമൽ, ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനൊക്കെ പറ്റിയിരുന്നോ? അവിടുത്തെ ജീവനക്കാരോ മറ്റോ ആരെങ്കിലും ഈ സമയത്തിനോടകം തന്നെ ഉണ്ടായിരുന്നോ? അതോ നാട്ടുകാരാണോ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന് ആദ്യം കാണുന്നത്? പൂജ, ഏകദേശം 3 മണിയോട് അടുപ്പിച്ചാണ് സമയം. സ്വാഭാവികമായും വലിയ പുക, ഇതിലെ കടന്നു പോയ ആളുകളാണ് ആദ്യം തീ പിടിച്ചത് കണ്ടത്. ഇവിടെ നിന്നും വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നതും പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ ഈ ചാക്കയ്ക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല ചാക്ക ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്ക്. അതിനാൽ തന്നെ അവിടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഇവിടേക്ക് എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴേക്കും പ്ലാസ്റ്റിക് ആണ്. അതിനാൽ തന്നെ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേഗത്തിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അതിന്റെ മേൽക്കൂര അടക്കം തകർന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിന് സമീപത്ത് ഈ കിടക്കുന്നത് പോലെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഒരു വലിയ പ്രദേശം നിറയെ ഇത്തരത്തിൽ വലിയ ചാക്കുകളിലായി പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് അത് കത്തിപ്പടർന്നു പോകാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല ഇത് മാലിന്യമായതിനാൽ തന്നെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന പുക കറുത്ത നിറത്തിലാണ്. വലിയ തോതിലുള്ള ഒരു ദുർഗന്ധവും ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇതിന് സമീപം
സമീപത്തായി ഈ പ്രദേശത്തിന് ഈ കെട്ടിടത്തിന് പുറത്തേക്കും കെട്ടിടത്തിനുള്ളിൽ കൊള്ളാത്ത മാലിന്യം കെട്ടിടത്തിന് പുറത്തും കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ തീ പുറത്തേക്ക് കൂടി പടർന്ന് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കും. ഇപ്പോഴെന്തായാലും ഇതിന്റെ ഈ കവാടത്തിൽ നിന്നും അകത്തേക്ക് കയറാൻ പോലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് കത്തുന്ന തീ അണയ്ക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കവാടമുണ്ട്. ആ കവാടത്തിലെ തീ അണച്ചതിന് ശേഷം വേണം ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ. അകത്തേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അകത്തുള്ള തീ നിയന്ത്രണ വിധേയമാകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാനാകൂ. നിലവിൽ എന്തായാലും ഈ കവാടത്തിന്റെ സമീപത്തെ തീ പോലും അണയ്ക്കാനായിട്ടില്ല. പൂജ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇത്രയും പുലർച്ചയോടുകൂടിയാണ് നാട്ടുകാരൊക്കെ ആദ്യം കാണുന്നത്. അതിനുശേഷം ഫയർഫോഴ്സിനൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഈ പ്ലാസ്റ്റിക്കാണ് അതിങ്ങനെ കത്തുകയാണ്. ആ രീതിയിൽ ഗുരുതരമായ ഒരു സാഹചര്യം കൂടിയാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല. അമൽ പറഞ്ഞത് പ്രകാരം അവിടെ ഒരു കവാടമുണ്ട്. അതിനകത്തേക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പുറത്തേക്ക് ആ ഒരു കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇങ്ങനെ തീ വ്യാപിക്കുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അമൽ, ഈ ഒരു ഫാക്ടറിയുടെ ഈ ഒരു പ്രവർത്തനം അതൊക്കെ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ ചുറ്റും ഇങ്ങനെ താമസ സ്ഥലങ്ങളോ ആൾക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന ഇടമാണോ? ഈ സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുള്ള ഇടമാണോ? ഈ പുറത്തേക്ക് തീ വ്യാപിക്കുന്ന ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? അത് അതിനു മുമ്പേ അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? നിലവിലെന്തായാലും കൂടുതൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ തീ അണയ്ക്കുന്നതിനായിട്ടുള്ള പരിശ്രമത്തിലാണ്. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ ഇത് കെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരോട് കൂടി നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് ചോദിച്ചതുപോലെ സമീപത്തായി വീടുകളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് തൊട്ടടുത്തായി വലിയൊരു കോമ്പൗണ്ട് ആയതിനാൽ തന്നെ വീടുകളിലേക്കൊന്നും തീപിടാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ഇതിന് അകത്ത് കിടക്കുന്ന മാലിന്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ കെടുത്തുന്നതിന് എവിടെ കെടുത്തുന്നോ അതിന് സമാനമായി തന്നെ മറുഭാഗത്ത് തീ ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ചാക്കുകളിലായി ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പികൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ ഉരുകി ഇറങ്ങി ആളി കത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കൂടുതൽ നമുക്കിപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആ കെട്ടിടം ഏകദേശം പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണുള്ളത്. മുകളിൽ ഷീറ്റിട്ട ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നിരിക്കുന്നു. സൈഡിലത്തെ ചില കോൺക്രീറ്റ് വാളുകളും മറ്റുമൊക്കെ അടർന്നു വീണിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കെട്ടിടം നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ കെട്ടിടം തന്നെയാണ്. ഈ നഗരത്തിലും മറ്റുമൊക്കെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിച്ച് സംസ്കരിക്കുന്ന ഒരു കമ്പനിയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ